റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. പാലക്കാട്ടും മുസ്ലിം ലീഗിന് വിമത ശല്യം. പിരായിരി പഞ്ചായത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ ജില്ലാ ഭാരവാഹികളാണ് വിമതരായി മത്സരിക്കുന്നത്. 7ാം വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി എ ഇബ്രാഹിമിനെതിരെ STU ജില്ലാ ട്രഷറർ SM നാസർ പ്രചാരണം തുടങ്ങി. 17ാം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് ലീഗ് മുൻ ജില്ലാ ഭാരവാഹി PS ഷബീർ അലിയാണ് മത്സര രംഗത്തുള്ളത്. ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അവഗണനയ്ക്കെതിരെയാണ് വിമത നീക്കം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, പിരായിരി UDFന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. അവിടുത്തെ ഈ വിമത ശല്യം തീർക്കാൻ ലീഗിന് സാധിക്കുമോ? ചർച്ചകൾ നടക്കുന്നുണ്ടോ? സുജി, അതായത് പിരാരി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അവിടെ തന്നെ ലീഗിന്റെ വലിയൊരു ശക്തിയാണ് UDFന് അത്തരത്തിലൊരു ഭരണം പിരാരിയിൽ വാങ്ങി നൽകുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും സംഘടനയ്ക്ക് അകത്തുള്ള ഒരു തർക്കത്തിനെ തുടർന്നാണ് ഇപ്പോൾ പിരാരിയിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ ഇപ്പോൾ വിമതർ കൂടി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്നത്. ഇതിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള SM നാസറാണ് ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. പിരാരി പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ STയുടെ പാലക്കാട് ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള SM നാസർ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. മാത്രമല്ല 17ാം വാർഡിൽ മാപ്പിളക്കാട് മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനെതിരെ മുൻ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള PS ഷബീർ അലി കൂടിയും മത്സരത്തിന് ഒരുങ്ങുകയാണ്. പാലക്കാട് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അവർ തുടർച്ചയായി തങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നേതാക്കൾ പറയുന്നത്. മാത്രമല്ല തങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിരാരി പഞ്ചായത്തിലെ ചില കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ അവഗണന ഈ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളുമായി നമ്മൾ സംസാരിച്ചു. അവർ പറയുന്നത് പാലക്കാട്ടും ലീഗിന് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത രംഗത്ത് വരുന്നത് പ്രതിസന്ധിയാകുമോ? ആ പ്രതിസന്ധി പരിഹരിക്കുമോ? അതാണ് ഇനി അറിയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചൂടിങ്ങനെ കൂടി വരികയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഉണ്ടായേക്കാം. താങ്ക് യു ഇക്ബാൽ.